ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിക്കൻ പുലാവാണ്. വളരെ ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയായും ഹെൽത്തിയായ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും തയ്യാറാക്കിയെടുക്കാൻ. ഒരു സൺഡേസോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ നമ്മൾ ലഞ്ചാക്കിയിട്ടോ ഓഫീസിൽ പോകുമ്പോൾ ലഞ്ചാക്കിയിട്ടോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ പുലാവ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ റൈത്തയും ചിക്കൻ ചുക്കയുമാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അടിപൊളി കോംബോ ആണ്. വരും നമുക്ക് വീഡിയോ കാണാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി 2 എണ്ണം, വലിയ തക്കാളി, 2 സവാള, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ, പിന്നെ കാഷ്യൂനട്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 കപ്പ് റൈസ്, പിന്നെ ആവശ്യത്തിന് നെയ്യ്, ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. നമ്മൾ ഒരു കുക്കറിലാണ്, നമ്മൾ കുക്കർ പുലാവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. 2 വലിയ സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 വലിയ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിയാണ് നമ്മൾ പുലാവ് വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ 1 കപ്പ് റൈസ് കഴുകി ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളം വരാനായിട്ട് വെച്ചതാണ്. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് സാധാരണ അരിയിലാണെങ്കിൽ നമുക്ക് വയ്ക്കാം. പെട്ടെന്ന് വേകുന്ന അരിയാണെങ്കിൽ നമ്മൾക്കതിൽ വയ്ക്കാം. പിന്നെ അല്ലെങ്കിൽ ബസ്മതി റൈസോ പിന്നെ പൊന്നി റൈസോ ആണെങ്കിൽ, വേറെ ഏതെങ്കിലും റൈസ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ജീരകശാല ഏതിലാണെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ പെട്ടെന്ന് വേവണ, ഒരു വിസിലൊക്കെ വേവണ അരിയൊക്കെ ഉണ്ടാവില്ലേ, പൊന്നി റൈസൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ അരിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ വളരെ നൈസായി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൻ്റെ ടോപ്പ് നമ്മൾക്കൊന്ന് അടച്ചു കൊടുക്കാം. വിസിലിടാൻ പാടില്ല കേട്ടോ. വെയിറ്റ് വെക്കേണ്ട, കുക്കർ വിസിൽ വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുക്കർ വെയിറ്റ് നമ്മൾ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ കുക്കർ വെയിറ്റ് എടുത്ത് മാറ്റിയ ശേഷമാണ് നമ്മൾ അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അരി പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും.
അപ്പോൾ ചിക്കനൊക്കെ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടുപ്പ് എപ്പോഴും സിമ്മിൽ വയ്ക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണം. സിമ്മിലാണ് ഇരിക്കുന്നത്, സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ചിക്കൻ ചുക്കയും നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനോ ബീഫോ എന്താണെങ്കിലും അത് നല്ല കോംബോ ആയിരിക്കും പുലാവിന്. എന്താണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ പുതിന മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് കാഷ്നട്ട് അതുപോലുള്ള വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി പുലാവാണിത്. ചിക്കൻ പുലാവാണ്. കുക്കറിൽ തന്നെ പെട്ടെന്ന് നമ്മൾക്കൊരു സൺഡേയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കുക. ചിക്കൻ ചുക്കയുടെ റെസിപ്പി നമ്മൾ മുന്നേ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് പോയി കയറി കണ്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻഡ് കാർഡിലോ നമ്മൾ ലിങ്ക് കൊടുക്കുക. നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. മസാല വളരെ കുറവാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ പുലാവിനൊപ്പം ഒരു ചിക്കൻ ചുക്കൻ്റെ റെസിപ്പിയും ചിക്കൻ ചുക്ക കറിയും പിന്നെ കുറച്ച് സാലഡും അച്ചാറുമാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അടിപൊളി കോംബോ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മാംഗോ പിക്കിളാണ് നമ്മളിവിടെ ഇതിനോടൊപ്പം സെർവ് ചെയ്യുന്നത്. മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയും ചിക്കൻ ചുക്കിൻ്റെ റെസിപ്പിയും നമ്മൾ നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് കയറി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ബൈ, ടേക്ക് കെയർ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ബൈ ആൻഡ് ടേക്ക് കെയർ. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.